Okay, good evening students. നമുക്ക് കുറച്ച് റിമൈനിങ് സൈക്കിൾസ് ബയോളജിക്കൽ സൈക്കിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ എന്താണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. സോ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ സൈക്ലിംഗ് തന്നെയാണ്. അതായത് മെറ്റലും നോൺ മെറ്റലും ൻ്റെയും ആ ഒരു കെമിക്കൽ സൈക്ലിംഗ് ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് കമ്പോണൻറ്റ്സ്. അപ്പോൾ അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കോ സിസ്റ്റം, അതായത് ഈ സൈക്ലിംഗ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമുക്കതില്ലെങ്കിൽ ഒരിടത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി പോകുന്നൊരു കണ്ടീഷൻ വരുന്നില്ല. അതിന് പകരം നമുക്കത് സൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് വന്ന് തിരിച്ച് ആദ്യത്തെ ഫോമിലേക്ക് വരുന്ന ആ ഒരു സൈക്ലിക് പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എക്കോ സിസ്റ്റം നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. So, both the metals and non-metals get their pathways in the living organism through the food chain. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ നേച്ചറിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ ഈ സൈക്കിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിവിങ് ഓർഗാനിസം may take the chemical elements from air, water and soil and use them for their metabolic activities during the lifetime, and when the living organisms are dead, then these chemical elements again enter into the abiotic component of the ecosystem. So നമ്മൾ ലിവിങ് ഓർഗാനിസംസിൻ്റെ അപ്ടേക്കും ദെൻ ആഫ്റ്റർ ഡെത്ത് ഡെഡ് മാറ്റർ തിരിച്ച് നേച്ചറിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മളീ പറയുന്ന രണ്ട് സിമ്പിൾ സ്റ്റെപ്സ് കൂടാതെ ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈട്രജനൊക്കെ എന്ന് പറയുമ്പോൾ ഗേഷ്യസ് ഫോമിലുള്ള നൈട്രജനാണ്. അപ്പോൾ അത് എൻ്റെ പ്ലാന്റ്സിന് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന് കിട്ടണമെങ്കിൽ അവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ ഇൻക്ലൂഡിങ് ഓൾ ദീസ് സ്റ്റെപ്സാണ് നമ്മൾ ആ സൈക്കിൾസ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ആക്ച്വലി 2 ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സാണ്. അപ്പോൾ നമുക്ക് ഓരോ സൈക്കിൾസിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതർവൈസ് അതിനകത്തുള്ള മൈന്യൂട്ട് സ്റ്റെപ്സ് വരെ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രോസസ്സ് വരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓരോ സൈക്കിൾസിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ കേസ് ഓഫ് കാർബണും നൈട്രജൻ്റെയൊക്കെ കേസിൽ ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്കതിനെ ചെറിയ ഫോമിൽ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റിയാക്ഷൻസ് ഇൻവോൾവ് ചെയ്യിച്ച് ഒരു കംപ്ലീറ്റ് ഇവാലുവേഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ആദ്യത്തെ പാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് സിമ്പിൾ ഫോമാണ് ടെക്സ്റ്റിലേത്. കുറച്ച് സിമ്പിളായിട്ട് ഒരു സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ടെക്സ്റ്റിലേത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വെർഷനാണ്. അപ്പോൾ നമുക്കൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ നമുക്കത് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ സെൻറ്റൻസിൽ നിങ്ങൾക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് കാർബൺ സൈക്കിൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കാർബൺ നമുക്കറിയാം എല്ലാം നമ്മുടെ ലിവിങ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ എല്ലാ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെയും മെയിൻ കമ്പോണൻ്റാണ്. സ്ട്രക്ചറൽ കമ്പോണൻ്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിക് മോളിക്യൂൾസ് റേഞ്ചിങ് ഫ്രം കോൾ ടു DNA. DNA എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ ജനറ്റിക് മാറ്ററാണ്. ദെൻ ദ കോമ്പൗണ്ട് ദാറ്റ് ക്യാരീസ് ജനറ്റിക് ഇൻഫർമേഷൻ and energy holding chemical bonds. It is present in energy storage. സോ കാർബണിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അവിടെ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ കാർബൺ എന്ന് പറയുന്നത് നമുക്ക് എർത്തിൻ്റെ ക്രസ്റ്റിൽ അബണ്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ബട്ട് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓർ ഗ്യാഷ്യസ് ഫേസ് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്. അറ്റ്മോസ്ഫിയറിൽ അത് ഗ്യാഷ്യസ് ഫോമിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് നമുക്ക് അത് കാണുന്നത്. So this carbon cycle starts with the usually we know the photosynthetic reaction എന്ന് പറഞ്ഞാൽ എന്താണ്, starts with the photosynthesis, that is the intake of carbon dioxide by photosynthetic organisms or green plants, and with the help of solar energy and water
നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും നമ്മൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഷുഗർ ബൈ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് സ്റ്റോർഡ് ആയി കഴിഞ്ഞു. സോ ഫ്രം ദ പ്ലാന്റ്സ് അത് ആനിമൽസ് അത് ആനിമൽസിൻ്റെ ഇൻടേക്ക് വഴി അത് ആനിമൽസിലേക്ക് വരുന്നു. അങ്ങനെ ആ കാർബണിൻ്റെ ചെയിൻ അങ്ങനെ ഫുഡ് ചെയിനിലൂടെ അത് പാസ് ചെയ്ത് പോകുന്നു. ദെൻ ഇങ്ങനെ നമുക്ക് ഫുഡിലേക്ക് വരുന്നതിന് നമ്മൾ പിന്നീട് അത് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഫുഡ് ഓക്സിഡേഷൻ വഴി റെസ്പിറേഷൻ പ്രോസസ്സ്. അതായത് ഫുഡ് ഓക്സിഡൈസ് ചെയ്യുന്ന ആ പ്രോസസ്സ് ബൈ the intake of oxygen, food oxidation occurs, and that is known as respiration. And after respiration നമുക്ക് again നമ്മൾ ലിവിങ് ഓർഗാനിസംസ് അതിനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ഗേഷ്യസ് ഫോമിൽ അത് തിരിച്ച് റിലീസ് ചെയ്യുന്നു. സോ അതാണ് നമ്മുടെ ഒരു സിമ്പിൾ പാത്ത് വേ എന്ന് പറയുന്നത്. കാർബണിൻ്റെ organisms take up oxygen from the atmosphere and release carbon dioxide into അതിൻ്റെ equation കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ഒരു സിമ്പിൾ പാത്വേ ആണ്. നെക്സ്റ്റ് കാർബൺ എൻറ്റേഴ്സ് ദ വാട്ടർ ബോഡി, അതായത് ഓഷ്യൻ, ഫ്രം അറ്റ്മോസ്ഫിയർ ബൈ സിമ്പിൾ ഡിഫ്യൂഷനാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഗേഷ്യസ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് വാട്ടറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി കാർബൺ ഏതിലേക്ക് വരികയാണ്, ഓഷ്യനിലേക്ക് വരികയാണ്. എന്താണ് ലാൻഡിൽ നിന്നും ഓഷ്യനിലേക്ക് വരുന്ന ഓക്കെ കാർബൺ നമുക്ക് അങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. കാർബൺ നമ്മുടെ നോർമൽ റെസ്പിറേഷൻ പ്രോസസ്സിലൂടെ തിരിച്ചു പോകുന്ന ഇതുവരെ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ അവിടെ തീരുകയാണ്. അതേപോലെ അടുത്തൊരു എന്താണ് ഒരു പാരലൽ പ്രോസസ്സാണ് വാട്ടർ ബോഡിയിലേക്ക് കാർബൺ വരുന്നത്. അപ്പോൾ അത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിസോൾഡ് ഫോമിൽ ആ കാർബൺ ഓഷ്യനിലേക്ക് എത്തിച്ചേരുകയാണ്. സോ ദ ഡിസോൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ്. അത് നിങ്ങൾക്കറിയാം, റിവേഴ്സിലും ഓഷ്യൻസിലും ഒക്കെ ഈ ഡിസോൾഡ് കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് അത് കാർബണേറ്റ് ബൈകാർബണേറ്റ് ഫോമിലൊക്കെ സെഡിമെൻറ്റ് ചെയ്ത് വരുന്നു. സോ ദ ത്രീ ഫോംസ് ഓഫ് കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ് may be used by aquatic plants or photosynthetic bacteria for their photosynthesis process. അതുപോലെ അക്വാട്ടിക് ഓർഗാനിസംസ് കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷനിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സം മോർ റിയാക്ഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. ബട്ട് നമുക്ക് ഇത്രയും മതി തൽക്കാലം. അപ്പോൾ ഒരു സിമ്പിൾ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് ബൈ ഫോട്ടോസിന്തസിസ് ഇറ്റ് ഈസ് സ്റ്റോർഡ്, ദെൻ ആസ് ഫുഡ് ഇറ്റ് ഗെറ്റ്സ് ടു ലിവിങ് ഓർഗാനിസംസ്, ആൻഡ് ദെൻ ഇറ്റ് ഈസ് go back to the atmosphere by oxidation of food by the process known as respiration. സോ ഓഷ്യൻ ബോഡിയിൽ അത് ഡിഫ്യൂഷൻ വഴി വരുന്നുണ്ട്. അവിടെയും അക്വാറ്റിക് ഓർഗാനിസംസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് എന്താണ് കാർബണേറ്റ് ബൈകാർബണേറ്റ് ഫോമിൽ അതൊരു സെഡിമെൻറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ കാർബൺ സൈക്കിൾ. സോ നെക്സ്റ്റ് നമുക്ക് നൈട്രജൻ സൈക്കിളാണ്. നൈട്രജൻ സൈക്കിളിൽ ആക്ച്വലി നമുക്ക് ഇതുപോലെ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നൈട്രജനും സിമിലർലി നമുക്കറിയാവുന്ന ഒരുപാട് ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ, പ്രോട്ടീൻസിൻ്റെ, DNA എല്ലാം നൈട്രജൻ ഒരു എസെൻഷ്യൽ എലിമെൻ്റാണ്, ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ വിത്തൗട്ട് നമുക്കറിയാം ലിവിങ് ഓർഗാനിസത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കമ്പോണൻറ്റ് പാർട്ടാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീനിൻ്റെ എന്താണ്
മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് തന്നെ നൈട്രജനാണ്. അപ്പോൾ നമുക്ക് ആ നൈട്രജൻ അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ നൈട്രജൻ എങ്ങനെയാണ് സൈക്കിൾ ചെയ്ത് നമുക്ക് നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സുകളിൽ സൈക്കിൾ ചെയ്ത് വരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ തന്നെയാണ്. ഏതാണ്ട് 78% നമുക്ക് ഈ ഫോമിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. N2 ആയിട്ട് N2 മോളിക്യൂളായിട്ട് അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ ഈ N2 ഫോമിൽ നൈട്രജൻ കാണുന്ന നൈട്രജനെ നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഓർഗാനിസത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ബിക്കോസ് ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ. നൈട്രജൻ മോളിക്യൂൾ വളരെ സ്റ്റേബിളാണ് എയറിൽ. നമുക്കതിനെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്ത് അതിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷനിലേക്ക് അത് വരാൻ അത്ര ഈസി അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്ടേക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിയിൽ നടക്കുന്നുമില്ല. അപ്പോൾ അതിന് പകരം സം നാച്ചുറൽ പ്രോസസ്സസ് ആർ ദെയർ ടു മേക്ക് ദ നൈട്രജൻ അവൈലബിൾ ടു ഓർഗാനിസംസ്. അപ്പോൾ അതിലൊരു പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷൻ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ വഴി ആണ്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. പയറുവർഗ്ഗ ചെടികളിൽ റൈസോബിയം ലെഗ്യുമിനെ ഫാമിലിയിലൊക്കെ വരുന്ന പയറുവർഗ്ഗ ചെടികളിലെ നോഡ്യൂൾസിലൊക്കെ ഇരിക്കുന്ന ബാക്ടീരിയ നൈട്രജൻ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്ത് അമോണിയ ഇനോർഗാനിക് ഫോമിലേക്ക് അതിനെ അല്ലെങ്കിൽ ഓർഗാനിക് ഫോമിലേക്കൊക്കെ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അമോണിയ ആയിട്ടാണ് അത് പ്രൈമറിലി ഫിക്സ് ചെയ്യുന്നത്. ദെൻ അമോണിയ ഡയറക്റ്റ്ലി അപ്ടേക്ക് പ്ലാന്റ്സിന് മീൻസ് അതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് പ്ലാന്റ് അപ്ടേക്ക് നടത്തുന്നത് നൈട്രേറ്റ് ഫോമിലാണ്. സോ വൺസ് അമോണിയ ആയിട്ട് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ പിന്നീട് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് വഴി അത് നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ആ നൈട്രേറ്റ്സ് ആണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് അപ്ടേക്ക് ചെയ്യുന്നതും അതിൽ അവിടെ റിയാക്ഷൻസ് വഴി നൈട്രജൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെ സിന്തസൈസ്ഡ് ആകുന്നതും. സോ അത് പിന്നീട് അത് ബോഡിയിൽ നമുക്ക് നോർമൽ ഫുഡ് ചെയിനിൽ വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ലിവിങ് ഓർഗാനിസത്തിലേക്ക് അത് പിന്നീട് കിട്ടുകയും അങ്ങനെ അത് അതിൻ്റെ പാത്വേ അങ്ങനെ പ്രൊസീഡ് ചെയ്യും. സോ ദ ഫസ്റ്റ് പ്രോസസ് ഈസ് ദ നൈട്രജൻ ഫിക്സേഷൻ. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെഗൂംസ്, അതായത് പയറുവർഗ്ഗ ചെടികൾ ആൻഡ് അസോസിയേറ്റഡ് ബാക്ടീരിയ റൈസോബിയം. So they are able to rhizobium bacteria are able to convert the inorganic nitrogen into organic form of ammonia. Inorganic form എന്ന് മീൻ ചെയ്തിരിക്കുന്നത് N2 മോളിക്യൂളിനെയാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ammonia ion and which is directly taken up by plants എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഡയറക്റ്റ്ലി ടേക്ക് ചെയ്യുന്നില്ല പ്ലാന്റ്സ്. ദെൻ ഇറ്റ് ഈസ് സം റിയാക്ഷൻസ്, ബയോളജിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അമോണിയ ആയിട്ട് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ്റെ അമോണിയ ഫോമിൽ നിന്നും അത് നൈട്രേറ്റ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് അവിടെ നിന്നാണ് പ്ലാന്റ്സ് അതിനെ അപ്ടേക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു പാത്വേയുടെ ഒരു പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നൈട്രജൻ ഫിക്സേഷൻ്റെയും അതുപോലെ നമ്മൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് നൈട്രേറ്റ് ഫോം ചെയ്യുന്നതാണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ഈ നൈട്രേറ്റ് വൺസ് ഫോംഡ് അത് എക്സസ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് സോയിലിലെ എക്സസ് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത് ബൈ ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സ് അത് ഇനോർഗാനിക് ഫേസിൽ അല്ലെങ്കിൽ N2 മോളിക്യൂളായിട്ട് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും റിയാക്ഷൻസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ഇവിടെ ഒരു ചാർട്ടിനകത്ത് നമുക്ക് ഈ പറയുന്ന കുറച്ച് റിയാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിൻറ്സും കൂടെ നമുക്ക് അതിനകത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അസിമിലേറ്റഡ് ടു ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു യൂസ്ഫുൾ പ്രോഡക്ട്സ്. എങ്ങനെയാണത്, ഹൗ ഇറ്റ് പോസിബിൾ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ എങ്ങനെ നമുക്കത് പോസിബിൾ ആക്കാം. അപ്പോൾ അമോണിയ നൈട്രേറ്റ് ഫോമിലൊക്കെ ഇതിനെങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് നമുക്ക് ഈ നൈട്രജൻ സൈക്കിളിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ സോയിലിലെ നൈട്രജൻ എന്ന് പറയുന്നത് either it is in a form of organic nitrogenous substances, അതായത് ഈ ഓർഗാനിക് നൈട്രോജനസ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ബൈ നൈട്രജൻ ഫിക്സേഷൻ തന്നെയാണ്. അപ്പോൾ നൈട്രജൻ ഫിക്സ് ചെയ്തതിന് ശേഷം അത് പ്ലാന്റ്സ് അതിനെ കൺവേർട്ട് ചെയ്ത് N2 കൺവേർട്ട് ചെയ്ത് അമോണിയ ഫോമിലാക്കിയിട്ട് അത് പിന്നീട് നൈട്രൈറ്റും ഒക്കെ ആയിട്ട് പിന്നെ ട്രാൻസ്ഫോംഡ് ആയിട്ട് പ്ലാന്റ്സ് അതിനെ അപ്ടേക്ക് ചെയ്യും. ഈ പ്ലാന്റ്സ് വൺസ് പ്ലാന്റ് റെസിഡ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ അത് അപ്ടേക്ക് ചെയ്യുന്ന ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡെഡ് മാറ്ററും ഒക്കെ നമുക്ക് സോയിലിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയിൽ നമുക്ക് ഈ നൈട്രേറ്റ്സ് നമ്മളിപ്പോൾ വൺസ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇനോർഗാനിക് ഫോമിലേക്ക് വന്നിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നൈട്രജൻ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിക് ഫോമിൽ നിന്ന് നമുക്ക് ഇനോർഗാനിക് ഫോമിലേക്ക് വരുന്നതിന് നമ്മൾ നൈട്രജൻ മിനറലൈസേഷൻ എന്ന് പറയും. അതുപോലെ തിരിച്ച് ഇനോർഗാനിക് ഫോമിൽ നിന്ന് അത് ഈ പാർട്ട്, അതായത് പ്ലാന്റ് റെസിഡ്യൂസിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിലേക്ക് പോകുന്ന പാർട്ടിനെ നമ്മൾ ഇമ്മൊബിലൈസേഷൻ എന്നും പറയും. സോ ഞാൻ ഒരുപാട് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നൈട്രജൻ ഫിക്സേഷനാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അതിൽ നൈട്രജൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ N2 അതിനെ അമോണിയ ആയിട്ട് ബയോളജിക്കലി അതിനെ ഫിക്സ് ചെയ്യുകയാണ്. അതർവൈസ് വേറൊരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം, ബൈ ലൈറ്റ്നിങ് ഓൾസോ ദാറ്റ് ഫിക്സേഷൻ ഒക്കേഴ്സ്. അപ്പോൾ അങ്ങനെ വരുന്ന ഫിക്സ് ചെയ്യുന്ന ആ നൈട്രജൻ പിന്നെ നമ്മുടെ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്ലാന്റ്സ് അപ്ടേക്ക് വഴി നൈട്രിഫിക്കേഷൻ വഴി പ്ലാന്റ് അതിനെ അപ്ടേക്ക് ചെയ്യുന്നു. ആ പ്ലാന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ അത് ലിവിങ് ഓർഗാനിസത്തിലേക്ക് വരുന്നു. എഗെയിൻ അത് ഡെഡ് മാറ്റർ ആകുന്നു. ഈ നൈട്രേറ്റ്സ് തന്നെ എഗെയിൻ കുറച്ച് ഡീനൈട്രിഫിക്കേഷൻ വഴി തിരിച്ച് N2 ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. ഡെഡ് മാറ്ററിൽ വന്നത് എഗെയിൻ നമുക്ക് ഓർഗാനിക് ഫോമിൽ സോയിലുണ്ടാവും. സോ ദാറ്റ് ഓർഗാനിക് ഫോമിൽ സോയിലുണ്ടായിരിക്കുന്നതിൽ നിന്നും പിന്നീട് അത് ഇനോർഗാനിക് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും, കുറേ മൈക്രോബ്സും ഒക്കെ ആയിട്ട്. അതിനെയാണ് ഞാൻ മിനറലൈസേഷൻ എന്ന് പറഞ്ഞത്. വൺസ് ആ ഓർഗാനിക് ഫോമിൽ നിന്നും ഇനോർഗാനിക് ഫോമിലേക്ക് ഞാൻ സെക്കൻഡറി എന്ന് പറയാനും കാര്യം, ആദ്യം ത്രൂ പ്ലാന്റാണ്, മീൻസ് ത്രൂ ലൈറ്റ്നിങ് അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ് അത് പ്ലാന്റ്സിലേക്ക് വരുന്നത്. പ്ലാന്റിൽ നിന്നും അത് സെക്കൻഡറി ആയിട്ട് പിന്നെ ലിവിങ് ഓർഗാനിസത്തിലും അതർ പ്ലാന്റ്സിലോട്ടും പോവുകയാണ്. അത് വൺസ് ഡെഡായി സോയിലിൽ വന്നു കഴിയുമ്പോൾ അതൊരു ഓർഗാനിക് മാറ്ററായി. അവിടെ ഓർഗാനിക് മാറ്ററിൽ നിന്നും പിന്നീട് സർട്ടൻ മൈക്രോബിയൽ ആക്ടിവിറ്റി കാരണം അവിടെ അതിനകത്ത് ഓർഗാനിക് ഫോമിൽ ഇരിക്കുന്ന നൈട്രജൻ ഇനോർഗാനിക് ഫോമിലേക്ക് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചില ഇടയ്ക്ക് കുറേ സ്റ്റെപ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ നൈട്രജൻ മിനറലൈസേഷൻ എന്ന് പറയും. അപ്പോൾ വൺസ് നൈട്രേറ്റ് ഫോമിലേക്ക് വന്നു കഴിഞ്ഞ നൈട്രജൻ തിരിച്ച് ഈ ഓർഗാനിക് ഫോമിലേക്ക് പോകുന്നതിന് നമ്മൾ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് അതിന് മൊബിലിറ്റി കുറഞ്ഞ് അത് പിന്നെയും ആ ഓർഗാനിക് പൂളിലേക്ക് പോവുകയാണ്. സോ ആൾ ദീസ് റിയാക്ഷൻസ് ആർ ഒക്കറിങ് ദെയർ, ബട്ട് ദ സൈക്കിൾ ഗോസ് ഓൺ. നമ്മൾ ഫിക്സേഷൻ, പിന്നെ പ്ലാന്റ് അപ്ടേക്ക്, പിന്നെ ഫുഡ് ചെയിനിലൂടെ അത് ലിവിങ് ഓർഗാനിസത്തിലേക്ക് വരുന്നു. പിന്നെ അതുപോലെ തന്നെ നൈട്രേറ്റ്സ് ഡീനൈട്രിഫിക്കേഷൻ വഴി കുറച്ച് നൈട്രജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുമുണ്ട്. സോ ഓൾ ദീസ് പ്രോസസ്സസ് നമുക്കിതിനകത്ത് ഒരു ഡയഗ്രത്തിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട്. സോ നേരത്തെ കണ്ട ഡയഗ്രത്തിനേക്കാളും കുറച്ചുകൂടെ യൂസ്ഫുള്ളാണ് ഈ ഡയഗ്രാം എന്ന് തോന്നുന്നു.
സോ ആ മൈക്രോബിയൽ ആക്ടിവിറ്റിയെ പറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓൺസ് അമോണിയ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന നൈട്രജന് നൈട്രിഫയിങ് ബാക്ടീരിയ അതിനെ നൈട്രേറ്റ്സും ആക്കി കൺവേർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നൈട്രേറ്റ്സ് ആക്കി ദെൻ അഗെയിൻ അത് നൈട്രേറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. നൈട്രേറ്റ്സ് ആണ് പ്ലാന്റ് ഈസിലി അപ്ടേക്ക് ചെയ്യുന്ന ഫോം. എഗെയിൻ അത് നൈട്രേറ്റ് ഫോമിൽ അത് അപ്ടേക്ക് ചെയ്താലും അത് പിന്നെയും അത് അവിടെ സം റിയാക്ഷൻസ് ആർ ഗോയിങ് ദെയർ. അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേണ്ട. അപ്പോൾ അത് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, പ്ലാന്റ് അതിനെ അപ്ടേക്ക് ചെയ്തതിന് ശേഷമുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് പറയുന്നത്. സോ സിംപ്ലി നമുക്കിതിൻ്റെ ഒരു ചെയിൻ, ഏത് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ് ലിവിങ് ഓർഗാനിസത്തിലേക്ക് എത്തുന്നത്, തിരിച്ച് അത് ബയോട്ടിക് സിറ്റുവേഷനിൽ നിന്നും അബയോട്ടിക് സിറ്റുവേഷനിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണിച്ചാൽ മതിയാവും. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. then you will get an idea. So next comes phosphorus cycle. അപ്പോൾ ഫോസ്ഫറസ് സൈക്കിളിന് ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ അതിനൊരു ഗേഷ്യസ് ഫേസ് ഇല്ല. അതൊരു എൻഡോജനിക് സൈക്കിളാണ് ഫോസ്ഫറസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മെയിൻ സോഴ്സ് ഓഫ് ഫോസ്ഫറസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ റോക്സും അതുപോലെ മിനറൽസും ഒക്കെ നിന്നൊക്കെ ലീച്ച് ചെയ്താണ് നമുക്ക്, റോക്സും മിനറൽസും ഒക്കെയാണ് നമ്മുടെ ഫോസ്ഫറസിൻ്റെ സോഴ്സസ്. സോ ഫോസ്ഫറസ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ലീച്ച് ചെയ്ത് റോക്സിൽ നിന്നും മിനറൽസിൽ നിന്നും ആഫ്റ്റർ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇത് ലീച്ച് ചെയ്ത് കിട്ടുന്ന ആ കോമ്പൗണ്ട്സിൽ നിന്നാണ് ഫോസ്ഫറസിൻ്റെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോസ്ഫറസ് ത്രൂ ദിസ് leaching from the rocks and minerals over a long period of time, phosphorus compounds enters the biota or the biological area in its oxidized form of phosphate ആയിട്ട് ആണ് അത് നമുക്ക് ബയോട്ടയിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോസ്ഫേറ്റ് ആയിട്ട് പ്ലാന്റ്സ് അതിനെ യൂസ് ചെയ്യുന്ന അപ്ടേക്ക് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് അതുപോലെ സം ആൽഗെ ആൻഡ് ബാക്ടീരിയ ഓൾസോ അപ്ടേക്ക് this phosphorus as phosphates. So the phosphate is taken up by the plant or producer organisms, incorporated into the organic molecule and passed on to the other organism through the food chain. So normally producer organisms or plants അതിനെ പല ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. Then it is transferred to the other living organism through the food chain, and it is returned to the soil by the decomposition of dead organisms by microbial activity. In the aquatic body, bacteria are more effective than plants, and algae in പ്ലാന്റ്സും ആൽഗയെക്കാളും ബാക്ടീരിയയാണ് കൂടുതൽ എഫക്റ്റീവ് ഇൻ ടേക്കിംഗ് അപ്പ് ഫോസ്ഫറസ് ഫ്രം വാട്ടർ. ബാക്ടീരിയ കൂടുതൽ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അക്വാറ്റിക് ബോഡീസിൽ. soil and aquatic microbial processes are very important in the phosphorus cycle. അപ്പോൾ മൈക്രോബിയൽ ആക്ഷനാണ് അവിടെ കൂടുതൽ ഈ സൈക്ലിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. സോയിലിൽ മീൻസ് നമ്മുടെ എന്തിലാണ്, ബോത്ത് ഇൻ സോയിലിലും അക്വാറ്റിക്കിലും നമുക്ക് മൈക്രോബിയൽ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഫോസ്ഫറസ് സൈക്കിളിൽ. സോ നമുക്ക് ഈ ഫോസ്ഫറസ്, ദ പ്രോസസ് ഓഫ് റിട്ടേൺ ഓഫ് ഫോസ്ഫറസ് ടു ദ സോയിൽ ഫ്രം ബയോട്ട ഈസ് നോൺ ആസ് മിനറലൈസേഷൻ. ബയോളജിക്കൽ ഫീൽഡിൽ നിന്നും സോയിലിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത്
ബയോട്ടയിൽ അത് ഓർഗാനിക് ഫോമിലായിരിക്കും. ഓൾവേസ് ഓർഗാനിക് ടു ഇനോർഗാനിക് ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. So the return of phosphorus to the land from the ocean is very slow, and ഒരു നമുക്ക് ഫോസ്ഫറസ് ഓഷ്യനിൽ നിന്നും ലാൻഡിലേക്ക് ഫോസ്ഫറസ് പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വേ എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ ത്രൂ സീ ബേർഡ്സ് ആണ്. These birds feed on small fish and left the remainings on the land, which in turn decompose to release phosphorus. അപ്പോൾ ലാൻഡിൽ നിന്നും ഓഷ്യനിൽ നിന്നും ലാൻഡിലേക്കുള്ള അതിൻ്റെ ഒരു വേ ഫ്രം ദ ലാൻഡ് ടു ദി ഓഷ്യൻ ടു ദി ലാൻഡ് വേ ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ത്രൂ ദ സീ ബേർഡ്സ് ആണ്, വിച്ച് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ് ആൻഡ് ലെഫ്റ്റ് ദ റിമൈനിങ്സ് ഓൺ ദ ലാൻഡ്. അങ്ങനെയാണത് ലാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെയും ഒരു ഒരു സൈക്കിള് കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് സം പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. ലീച്ച് ചെയ്ത് വെതറിങ്ങിൽ സോയിലിലേക്ക് വരുന്നതും, അത് പ്ലാന്റ് അപ്ടേക്ക് ചെയ്യുന്നതും, പ്ലാന്റ് ആഫ്റ്റർ ഡെഡ് അത് ഡീകമ്പോസ് ചെയ്യുന്നതും, പിന്നെ അത് നേരെ സോയിലിലേക്ക് പോകുന്നത്, ദെൻ ആഫ്റ്റർ മിനറലൈസേഷൻ അത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഫോമിലേക്ക് പോകുന്നത്. സോ പാരലി അക്വാറ്റിക് ഓർഗാനിസത്തിൻ്റേത് കാണിച്ചിട്ടുണ്ട്. വാട്ടർ സോലുബിൾ ഫോമിൽ അത് അക്വാറ്റിക് ഓർഗാനിസംസ് എടുക്കുന്നതും, സോ ത്രൂ ബേർഡ്സ് അത് അഗെയിൻ സോയിലിലേക്ക് വരുന്നതും, അഗെയിൻ അക്വാറ്റിക് ഓർഗാനിസം ഡെഡ് ആകുന്നത് വഴിയും അതിന് സോയിലിലേക്ക് വരാം. സോ ദാറ്റ്സ് ഓൾ ദ സൈക്ലിക് പ്രോസസ്സസ് ഓഫ് ഫോസ്ഫറസ്. സോ നെക്സ്റ്റ് കംസ് ദ സൾഫർ സൈക്കിൾ. അപ്പോൾ സൾഫർ സൈക്കിള് നമ്മളീ പറഞ്ഞ പോലെ സൾഫർ അത്ര നമ്മൾ ഒരു വലിയൊരു കോമൺ ഇതായിട്ട് നമ്മൾ കാണുന്നില്ല എങ്കിലും സൾഫർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് എവിടെയാണ് നമുക്ക് സൾഫർ വരുന്നതെന്ന് നോക്കാം. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സൈക്കിളാണ്. അതിനകത്ത് ഒരുപാട് ഗേഷ്യസ് ആയിട്ടുള്ള സൾഫറിൻ്റെ സ്പീഷീസുകൾ ഇൻവോൾവ് ആണ്. One of them is hydrogen sulfide, H2S ആണ്, and other one is sulfur dioxide, and other one is sulfate ions. അങ്ങനെ these involve these ions, these all ions, and several species in liquid state also. അപ്പോൾ അതിനകത്ത് ഗേഷ്യസ് ഫോമിലേതുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലെ ഉണ്ട്, സോളിഡ് ഫേസിലെ ഉണ്ട്, എല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിൽ ഈ എമംഗ് ദ ഓൾ ദി സ്പീഷീസ് H2S, അതായത് ഹൈഡ്രജൻ സൾഫൈഡ്, മിനറൽ സൾഫൈഡ് ലൈക്ക് അയൺ സൾഫൈഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനോർഗാനിക് സൾഫർ ഈസ് റിലീസ്ഡ് ഇൻ ടു എയർ ആൻഡ് വാട്ടർ ബൈ വെതറിങ് എമിഷൻസ് ഫ്രം ഡീപ്പ് സീ ഫ്ലോർ വെൻസ് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ വരുന്നത് ഈ ഒരു രീതിയിലൂടെയാണ്. അനോർഗാനിക് സൾഫർ വാട്ടറിലും എയറിലും റിലീസ് ചെയ്യുന്നത് വെതറിങ് എമിഷൻസ് ആണ്, ബൈ വെതറിങ് എമിഷൻസ്. So thus the sulfur released into the atmosphere by special bacteria, erosion, and through various organic processes. The sulfur releasing bacterial population depends on oxygen concentration, pH, light levels. ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Some human activities like burning of fossil fuel releases sulfur in the form of sulfur dioxide and then sulfuric acid in the atmosphere. Sulfur dioxide once ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് കൺവേർട്ടഡ് ആവും. This sulfur again returns to the soil and water by acid rain or acid precipitation എന്ന് പറയും. അപ്പോൾ വൺസ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് മീൻസ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ അത് ഡ്യൂറിങ് റെയിൻ അത് സൾഫ്യൂരിക് ആസിഡായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ച് സോയിലിലേക്ക് അത് പ്രസിപ്പിറ്റേറ്റഡ് ആവും. So when ocean water is warm, tiny single-celled organism release dimethyl sulfide, that is oxidized to sulfur dioxide, and then go to H2SO4 in the atmosphere, and it comes back to the ocean as acid rain. അപ്പോൾ അങ്ങനെ
ഓഷ്യൻ പാർട്ടിൽ നിന്നാണെങ്കിലും സൾഫർ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതും എന്തായിട്ട് മാറുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് കാണപ്പെടുന്ന സൾഫർ പല രീതിയിൽ അത് റിലീസാകുന്നത്, ഒന്ന് നമ്മുടെ പറഞ്ഞ പോലെ വെതറിങ് എമിഷൻസ് ഡീപ്പ് സീ ഫ്ലോർ വെൻസിൽ നിന്നും വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്നുമൊക്കെ ആണ് കുറച്ച് റിലീസായി വരുന്നത്. പിന്നെ ചില സ്പെഷ്യൽ ബാക്ടീരിയ, ഇറോഷൻ, പിന്നെ ചില ഇനോർഗാനിക് പ്രോസസ്സുകളിലൂടെയൊക്കെയും സൾഫർ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. ആ സൾഫർ ഡയോക്സൈഡ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ സൾഫർ ഡയോക്സൈഡ് വൺസ് അങ്ങനെ ആ ഫോമിലേക്ക് വരുമ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. അതിൽ മെയിനായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് അതിൻ്റെ H2SO4 എന്ന് പറയുന്ന കൺവേർഷൻ. ആ H2SO4 എഗെയിൻ അത് നമ്മുടെ സോയിലിലേക്ക് തിരികെ വരുന്നത് ഇൻ ദ ഫോം ഓഫ് ആസിഡ് റെയിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിക്ചർ, ഒരു കൺവേർഷൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ സൾഫർ ഡയോക്സൈഡ് എമിഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് അത് ഒത്തിരിയും പ്രോസസ്സുകൾ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഒരു സെക്കൻഡ് സൾഫർ സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. സോ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഫോർ എനി ക്ലാരിഫിക്കേഷൻ ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ അതിനകത്ത് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. സോ അപ്പോൾ നമുക്ക് സൈക്കിൾസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ നോട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. അതിനകത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഡയഗ്രാമും സിമ്പിളായിട്ടുള്ള ആ സൈക്ലിക് പ്രോസസ്സുകളും മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ നെക്സ്റ്റ് ഈസ് ദ ടോപ്പിക് ഓഫ് ഓക്സൈഡ്. സോ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓക്സിജനുമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. സോ ദേ ആർ ദ കെമിക്കൽ കോമ്പൗണ്ട്സ് വിത്ത് വൺ ഓർ മോർ ഓക്സിജൻ ആറ്റംസ് കമ്പൈൻഡ് വിത്ത് അനദർ എലിമെൻറ്റ്. അപ്പോൾ അത് മിക്കവാറും ഒരു ബൈനറി കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിനകത്ത് ഓക്സിജനും വേറെ മറ്റൊരു ഒരു എലിമെൻറ്റിൻ്റെ ആറ്റവും ഉണ്ടാവും. So for example, it is carbon dioxide, sulfur dioxide, calcium oxide, CO, zinc oxide, barium oxide, H2O, ഇതെല്ലാം ഓക്സൈഡ്സ് ആണ്. ദെൻ നമുക്ക് ഈ ഓക്സൈഡ്സിനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ആസിഡിക് ഓക്സൈഡ്, 2 ബേസിക് ഓക്സൈഡ്, ആൻഡ് തേർഡ് വൺ ആംഫോട്ടറിക് ഓക്സൈഡ്സ്, ആൻഡ് ഫോർത്ത് വൺ ന്യൂട്രൽ ഓക്സൈഡ്സ്. സോ എന്താണ് അസിഡിക് ഓക്സൈഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അസിഡിക് ഓക്സൈഡ് എന്ന് പറയുന്നത് when it combines with water to give an acid, it is termed as acidic oxide. They are oxides of non-metal, that is from group 14 to 17 metals elements in the oxides ആണത്. And these acid anhydrides form acids with the water. Example, sulfurous acid, sulfur dioxide when combines with water to form sulfurous acid. Sulfur trioxide when combines with water giving sulfuric acid. Carbon dioxide when combines with water giving carbonic acid. And when combined with the bases, ഈ ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ബേസുമായിട്ട് റിയാക്റ്റീവ് ആണെങ്കിൽ അത് കറസ്പോണ്ടിങ് സോൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഒരു ആരോ ആണ് ശരിക്കും
സോഡിയം സൾഫേറ്റിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചെറിയ ആരോ കാണാം. SO2 + 2 NaOH ഗിവിങ് Na2SO3 ആണ്. ആ ഗിവിങ്ങിൻ്റെ ആരോ കുറച്ചിങ്ങോട്ട് മാറിക്കിടക്കുകയാണ്. സോ ബേസിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കപ്പം മനസ്സിലാവും, when it combines with water it gives a base. Generally group 1 and 2 elements form bases and called base anhydrides. They are metal oxides. K2O, CaO when combines with water giving KOH, calcium hydroxide, potassium hydroxide. ഇതെല്ലാം ബേസിക്കാണ്, സ്ട്രോങ് ആൽക്കലീസ് ആണ്. ഇത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പോലെ സോൾട്ട് തന്നെ കിട്ടും. MgO + 2HCl ഗിവിങ് MgCl2, Na2O + H2SO4 giving Na2SO4. നമുക്ക് ബിഫോർ ഫോമിങ് ആസിഡ് നമ്മൾ അല്ലെങ്കിൽ വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആസിഡ് കിട്ടുന്നത്. അപ്പോൾ ആസിഡിൻ്റെ ആൻഹൈഡ്രൈഡ് എന്ന് നമ്മളതിനെ പറയും. നേരത്തെ ഇപ്പോൾ നമ്മൾ ബേസിക് ഓക്സൈഡ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ആസിഡ് ആൻഹൈഡ്രൈഡ്സ് ആണ് ആക്ച്വലി ദീസ് ഓക്സൈഡ്സ്. അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആസിഡ് കിട്ടും. These basic oxides are also known as base anhydrides. Then amphoteric oxides എന്ന് പറഞ്ഞാൽ they exhibit both basic as well as acidic property. അതിൻ്റെ equations കൊടുത്തിട്ടുണ്ട്. that you can go through that equations. Then neutral oxides means they show neither basic nor acidic property. That type of oxides are known as neutral oxides. Examples are given. Next are some reactions of anions in minerals. So some anions first carbonates in the reactions ആണ് കാണിച്ചിരിക്കുന്നത്. When it is heated, action of heat, it gives calcium oxide and carbon dioxide, and action of dilute HCl carbonates decomposes to calcium chloride, water and carbon dioxide. Then reactions of sulfates are given. Just കുറച്ച് ആനിയോൺസിൻ്റെ റിയാക്ഷൻസ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. Action of dilute HCl, sulfate got decomposed into hydrogen sulfide and FeCl2. സിൽവർ നൈട്രേറ്റുമായിട്ടാണെങ്കിൽ സോഡിയം സൾഫൈഡ് സിൽവർ സൾഫൈഡും സോഡിയം നൈട്രേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സം സിമ്പിൾ റിയാക്ഷൻസ് ആർ ഗിവൺ. സോ വി ക്യാൻ ഗോ ത്രൂ ദിസ് വൺ. സോ കാർബണേറ്റിൻ്റെ റിയാക്ഷൻസ് നെക്സ്റ്റ് സൾഫൈഡിൻ്റെ റിയാക്ഷൻസ്, ദെൻ ഫ്ലൂറൈഡിൻ്റെ റിയാക്ഷൻസ്, action of acid, action of calcium chloride solution, then some reactions of phosphate, നമ്മൾ ഫോസ്ഫേറ്റ് സോഡിയം ഫോസ്ഫേറ്റ് അതായത് ഫോസ്ഫേറ്റ് നമ്മൾ ആനിയോൺ ഉണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
yellow precipitate of silver phosphate we got. Then action with the ammonium molybdate solution. When phosphate react with ammonium molybdate solution in presence of acid, yellow crystalline precipitate of ammonium phosphomolybdate is obtained. So another reaction with the magnesium mixture is given. Magnesium mixture എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് magnesium നൈട്രേറ്റും അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ചേരുന്നതാണ് magnesium mixture. ദെൻ സിർക്കണൈൽ നൈട്രേറ്റുമായിട്ട് ചേർന്നത് സിർക്കണൈൽ ഫോസ്ഫേറ്റ് കിട്ടും. So these are the reactions of phosphate. Then reactions of sulfates. സൾഫേറ്റ് ആനയോണിൻ്റെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ബേരിയം ക്ലോറൈഡുമായിട്ടാണെങ്കിൽ അത് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും കിട്ടും. ദെൻ വിത്ത് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് സൾഫേറ്റ് കിട്ടും. സോഡിയം അസറ്റേറ്റും ലെഡ് സൾഫേറ്റുമാണ്. സോഡിയം സൾഫേറ്റും ലെഡ് അസറ്റേറ്റും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. So these are the simple reactions of some anions. ഇപ്പോൾ സൾഫേറ്റ്സിൻ്റെ റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ ഫ്ലൂറൈഡിൻ്റെ റിയാക്ഷൻ, ഫ്ലൂറൈഡ് ആസിഡുമായിട്ട് ഫ്ലൂറൈഡ് അയോൺസ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് HF ഹൈഡ്രജൻ ഫ്ലൂറൈഡും സോഡിയം സൾഫേറ്റും ഫോം ചെയ്യും. കാൽഷ്യം ക്ലോറൈഡുമായിട്ടാണെങ്കിൽ കാൽഷ്യം ഫ്ലൂറൈഡും NaCl ഫോം ചെയ്യും. സോ ഫോസ്ഫേറ്റിൻ്റെ റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ കാർബണേറ്റ്സിൻ്റെ റിയാക്ഷൻസ്, സൾഫൈഡ്സിൻ്റെ റിയാക്ഷൻസ്. സോ ഈ റിയാക്ഷൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ആനയോൺസിൻ്റെ നമ്മുടെ സാധാരണ മിനറൽസിനകത്ത് കാണുന്ന കുറച്ച് ആനയോൺസാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ചില ടിപ്പിക്കൽ റിയേജൻസുമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻസാണ്. നമ്മളൊരു മിനറലിലോ ഒരു സാമ്പിളിലോ നമുക്ക് ടൈപ്പ് ഓഫ് ആനയോൺസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ വി ക്യാൻ കണ്ടക്ട് ദീസ് റിയാക്ഷൻസ് ആൻഡ് ബൈ അനലൈസിങ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വി ക്യാൻ കൺഫേം ദ പ്രസൻസ് ഓഫ് ദാറ്റ് ആനയോൺ. ഓക്കെ, അപ്പോൾ പ്ലീസ് ഗോ ത്രൂ ദ നോട്ട്സ് ആൻഡ് ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് എക്സാമിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ദിവസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഷെയർ ചെയ്യാം. അല്ലാണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുകയോ കോളേജിൽ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.